ഇത്രയും ഒരു വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു ഏരിയ എത്തിയത്. അവിടെ നിന്ന് ഒരു ക്രാഷ് ആവാൻ വെറും ഇന്ന് 3ാമത്തെ ദിവസമാണ് ക്രാഷിൻ്റെ. ഇപ്പം ഇതാദ്യം ഡേയിലെ ഇന്ന് രാവിലെ ക്ലോസ് ചെയ്തത്, ഇനിയിപ്പോൾ ഇത് നാളെ ക്ലോസ് ചെയ്യും. ഇതിനിപ്പം 90Kയും 87Kയും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. നല്ല രീതിയിൽ തന്നെ ക്രാഷായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടാണ്. ഈ ഒരു ടൈം തൊട്ട് നല്ല രീതിയിൽ ക്രാഷ് ആവുന്നുണ്ട്. അപ്പം നല്ല ക്രാഷ് എന്ന് വെച്ചാൽ നല്ല ക്രാഷ്. $1,27,700 നിന്നാണ് ഇപ്പോൾ ഒരു 92,000 ഏരിയയിലെത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു $10,000 കൂടുതലാണ് ഡംപായത്. പക്ഷേ ഇത്രയൊന്നും പമ്പാവുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഏതോ ഒരു ഡേ ഒക്കെ പമ്പായിട്ടുണ്ട്. 4,000 5,000 ഒക്കെ ഡോളറുകളൊക്കെ പമ്പായി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികം. പക്ഷേ ഇത് ഹ്യൂജായിട്ട് ഈ ഒരു 3 ദിവസമൊക്കെ ഡംപാവുന്നത് നമ്മൾ 2022 കണ്ടു കാണും ഒരു ഡംപ് ടൈം. ആ ഒരു ഡംപ് പോലാണ് ഡേ ക്യാനിലെല്ലാം പോകുന്നത്. ഇപ്പം നാളെ ഇതുകൂട്ട് തന്നെ ക്രാഷ് ആയാൽ ഇപ്പോൾ ആൾട്ടോയിൻ്റെ അവസ്ഥയാണ് നമ്മൾ നോക്കേണ്ടത്. ആൾട്ടോയിനൊക്കെ എവിടെ വരെ എത്തുമെന്ന് നമുക്ക് പറയാൻ പോലും ഒക്കത്തില്ല. അപ്പം പല ആൾട്ടോയിനും ഇപ്പോൾ ഇനിയിപ്പം ക്രാഷ് ആവുകയാണ്. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇതുകൂട്ട് തന്നെ അടുത്ത വീണ്ടും ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചോ, ഇവിടെ എത്തും, പിന്നെ ഇവിടെ, പിന്നെ 70K അങ്ങനെ. പക്ഷേ ബിറ്റ്കോയിനെ എപ്പോഴും നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ബിറ്റ്കോയിന് കുഴപ്പമില്ല, എപ്പോഴായാലും തിരിച്ച് കയറും. പക്ഷേ ആൾട്ടോയിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ചിലത് ഇതായി പോവും. എന്ന് പറഞ്ഞാൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ നിങ്ങൾ കണ്ടാണ് ഈ ഒരു 3 ദിവസം കൊണ്ട് ബിറ്റ്കോയിൻ നല്ല രീതിയിൽ തന്നെ, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സെല്ലടിക്കുന്നുണ്ട്. ഈ ഒരു വലിയ വെയിലുകൾ നല്ല രീതിയിൽ തന്നെ. ഇപ്പം US-ൻ്റെ ആ ഒരു ന്യൂസ് വന്നിരുന്നു. ഇപ്പോൾ US-ൻ്റെ ഗവൺമെൻറ് എത്ര ബിറ്റ്കോയിൻ, അത് 69,000+ ബിറ്റ്കോയിനാണ് സെല്ലടിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് അത്രയൊക്കെ ബിറ്റ്കോയിൻ എത്രയോ ബില്യൺ കണക്കിന് ഡോളറാണ്. അപ്പം സ്വാഭാവികമായിട്ടാണ്. അപ്പം മിക്കവരും പ്രോഫിറ്റിന് വേണ്ടിയാണ്, അവരാണ് വെയിലുകളാണ് മിക്കവരും. അപ്പം നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാരൊക്കെ ഈ ഒരു മാർക്കറ്റ് നമ്മൾ നിന്ന് തന്നെ ജയിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മളും ഇതുകൂട്ട് ഈ ഒരു പാനിക് സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ ബൈ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവരും പാനിക്കല്ല. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ചെറിയ ലിവറേജ് ഇട്ട് മാത്രം ബൈ ചെയ്യുക. വലിയ ലിവറേജ് ഒന്നും ഇടരുത്. 5x താഴെ ലിവറേജ് ഇട്ട് നിങ്ങൾ ബൈ ചെയ്യുക. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഡംപായിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അപ്പം എല്ലാം തിരിച്ച് വരും. ഇപ്പോൾ ഈ ഒരു 3 ദിവസം കൊണ്ട് ഇത്രയൊരു ഡംപ് ഉണ്ടായാൽ അതുകൂട്ട് തന്നെ നല്ല രീതിയിൽ തിരിച്ച് വരും. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.